ചേലക്കരയിലും വയനാട്ടിലും ഇന്ന് നിശബ്ദ പ്രചാരണം. പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. അതേസമയം ചേലക്കര നിയോജക മണ്ഡലത്തിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുന്നു. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിതരണം. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഇന്ന് ഉദ്യോഗസ്ഥർക്കും തിരക്കേറിയ ദിവസമാണ്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്ക് നിശബ്ദ പ്രചരണം, വീടുകൾ കയറിയുള്ള പരമാവധി വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം എവിടം വരെയായി? അത് വിതരണം പൂർത്തിയാകുന്നുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? സിജു, ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത് ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. നമുക്ക് നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം, പോളിംഗ് സാമഗ്രികളുമായുള്ള ആദ്യ വാഹനം ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞു അല്പനിമിഷങ്ങൾക്ക് മുൻപ്. 96 ലൊക്കേഷനുകളിലെ പോളിംഗ് ലൊക്കേഷനുകളിലായി 180 പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. ഇതിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ഇപ്പോൾ ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരുന്നത്. രാവിലെ 7:30യോടുകൂടി സ്ട്രോങ് റൂം തുറന്ന മെഷീനുകൾ പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. 8 മണിയോടുകൂടി തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇവിടെ ആരംഭിക്കുകയും ചെയ്തു. അതിപ്പോഴും തുടരുകയാണ്. ഈ ഇലക്ട്രൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഓരോ ടീമുകളായി ഓരോ ബൂത്തുകളിലേക്കുമുള്ള പോളിംഗ് സാമഗ്രികൾ ഇവിടെ നിന്ന് ശേഖരിക്കുന്നു. ഇതിനായി പ്രത്യേക കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് 2 ആപ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള മികച്ച ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റി കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥർക്ക് അതാത് പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നതിനായി GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, ബസ്സുകൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ GPS ഘടിപ്പിച്ച വാഹനങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൂടി ഓരോ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകാനുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ മികച്ച സജ്ജീകരണം ഏർപ്പെടുത്തി കൃത്യസമയത്ത് തന്നെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർ അവരവരുടെ കയ്യിൽ കിട്ടിയ പോളിംഗ് സാമഗ്രികളെല്ലാം ഒന്ന് തിട്ടപ്പെടുത്തുന്നു. അതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അതിനുശേഷം എല്ലാ നടപടികളും പൂർത്തിയാക്കി ഇവിടെ നിന്ന് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഓരോ ഗ്രൂപ്പുകളായി പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകും. ഇതിലാണ് ഈ GPS ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. വെബ്കാസ്റ്റിംഗ് സംവിധാനം എല്ലാ ബൂത്തുകളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. 5ഓളം ബൂത്തുകൾ പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ഉള്ളതായി 5 മാതൃകാ ബൂത്തുകളുണ്ട്. അതോടൊപ്പം 14 ബൂത്തുകൾ പ്രശ്ന സാധ്യതാ ബൂത്തുകളായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് വലിയ സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീം, സുരക്ഷാ ടീം അതിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർവൈലൻസ് സംവിധാനമുണ്ട്. എല്ലായിടത്തുമുള്ള വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ, ഇതിന് ഒരു കൺട്രോൾ റൂം, അവിടെ നിന്ന് തന്നെ ഈ മണ്ഡലത്തിലെ മുഴുവൻ വിവരങ്ങളും കാണാവുന്ന രീതിയിലുള്ള വെബ്കാസ്റ്റിംഗ് കാണാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം, സർവൈലൻസ് സംവിധാനം ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്രോളിംഗ് സംവിധാനം ഉണ്ടാകും. ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോഴും ചെറുതുരുത്തി സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിജു, ഇതിനൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രചാരണ രീതി ഇന്ന് എങ്ങനെയാണ്? രാവിലെ മുതൽ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും അവസാന ഘട്ടത്തിൽ വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലായിരിക്കുമല്ലോ. തീർച്ചയായും സിജു, ചേലക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ, പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം അവസാനവട്ട നിശബ്ദ പ്രചാരണത്തിൻ്റെ തിരക്കിലാണ്. കാരണം തിരക്ക് തന്നെ പറയാം നമുക്ക്. കാരണം ഇന്നത്തെ ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ഒരു ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. UR പ്രദീപ്, രമ്യ ഹരിദാസ്, K ബാലകൃഷ്ണൻ 3 പേരും ഇത്തരത്തിലുള്ള നേരിട്ട് വോട്ടർമാരെ കാണാനുള്ള ഒരു ശ്രമത്തിലാണ്. പരസ്യപ്രചരണം ഇന്നലെ അവസാനിച്ചതോടുകൂടി തന്നെ ആ ആവേശവും, അതായത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും വർണ്ണാഭമായ ഒരു കാഴ്ച അത് ഇന്നലെ നമ്മൾ കണ്ടു. അതിനുശേഷമുള്ള നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സംവിധാനം നാളെ വളരെ സുരക്ഷയോടെ തന്നെ കൃത്യമായി തന്നെ പോളിംഗ് നടത്താനുള്ള അതിൻ്റെ ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. പോളിംഗ് സാമഗ്രികളുടെ വിതരണങ്ങൾ ഉൾപ്പെടെ അതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ തന്നെ പോളിംഗ് ആരംഭിക്കും. വൈകിട്ട് 6 മണി വരെ തുടരും. ഇതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് അല്പസമയം പറയുകയും ചെയ്തതാണ്.